ആരോഗ്യദീപത്തിലേക്ക് സ്വാഗതം. വളരെയധികം ഭീതി സൃഷ്ടിച്ച ഒരു പകർച്ചപ്പനിയാണ് ഡെങ്കുപ്പനി. നമ്മുടെ സംസ്ഥാനത്ത് 3-ലധികം പ്രാവശ്യം കൊടുങ്കാറ്റ് പോലെ വീശിയടിച്ച ഒന്നാണിത്. ഇതിൻ്റെ രോഗസാധ്യതയെക്കുറിച്ചും ഇതിൻ്റെ പ്രതിരോധത്തെക്കുറിച്ചുമാണ് ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. കൊതുകുകൾ പരത്തുന്ന ഒരു വൈറസ് രോഗമാണ് ഡെങ്കിപ്പനി. ഇന്ന് നമ്മൾ കാണുന്ന ഡെങ്കിപ്പനിയുടെ സമാന ലക്ഷണങ്ങളോടുകൂടിയ ഒരു രോഗത്തെക്കുറിച്ച് ചൈനീസ് മെഡിക്കൽ എൻസൈക്ലോപീഡിയയിൽ പരാമർശിക്കുന്നുണ്ട്. 3-ാം നൂറ്റാണ്ടിലുണ്ടായ ഈ രോഗത്തെ പ്രാണികൾ പരത്തുന്ന വാട്ടർ പോയ്സൺ എന്ന പേരിലാണ് അറിയപ്പെട്ടിരുന്നത്. ഇതായിരിക്കണം ലോകത്തിലെ ആദ്യത്തെ ഡെങ്കിപ്പനി. 1780 ചെന്നൈയിലും ഈ രോഗത്തെക്കുറിച്ച് പരാമർശങ്ങളുണ്ട്. 1943 ഈ രോഗത്തിന് കാരണമായ ഡെങ്കു വൈറസിനെ വേർതിരിച്ചെടുക്കുന്നതും തിരിച്ചറിയുന്നതും. ഇന്ന് ലോകത്ത് 100ഓളം രാജ്യങ്ങളിൽ വ്യാപകമായ തോതിൽ ഡെങ്കി രോഗമുണ്ടാകുന്നുണ്ട്. പ്രധാനമായും ഉഷ്ണമേഖലാ പ്രദേശങ്ങളും അതിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശങ്ങളിലുമാണ് ഡെങ്കിപ്പനി കണ്ടുവരുന്നത്. കേരളത്തിൽ ആദ്യമായി 1997 കോട്ടയം ജില്ലയിൽ ഡെങ്കിപ്പനി പകരുന്നത്. അതിനുശേഷമുള്ള എല്ലാ വർഷങ്ങളും കേരളത്തിൻ്റെ മിക്കവാറും എല്ലാ ജില്ലകളിലും ഡെങ്കിപ്പനി കണ്ടുവരുന്നുണ്ട്. എന്നാൽ 2003-ലും 2017-ലും 2024-ലും വ്യാപകമായ തോതിൽ ഡെങ്കിപ്പനി കേരളം ഒട്ടാകെ വ്യാപിക്കുകയുണ്ടായി. 2024 ലോകത്തൊട്ടാകെ 141 ദശലക്ഷം രോഗികളും 9,000 മരണങ്ങൾ നടക്കുകയുണ്ടായി. 2024 ഇന്ത്യയിൽ 2,33,000 രോഗികളും 237 മരണങ്ങൾ നടക്കുകയുണ്ടായി. 2024 കേരളത്തിൽ 20,600 രോഗികളും 187 മരണങ്ങൾ നടക്കുകയുണ്ടായി. ഈഡിസ് വിഭാഗത്തിൽപ്പെട്ട ഈഡിസ് ഈജിപ്റ്റി, ഈഡിസ് അൽഫോപിക്ടസ് എന്ന 2 കൊതുകുകളാണ് ഈ രോഗം പരത്തുന്നത്. ഡെങ്കിപ്പനി കൂടാതെ ചിക്കൻ ഗുനിയ, വെസ്റ്റ് നൈൽ ഫീവർ, യെല്ലോ ഫീവർ, സിക്ക രോഗം എന്നിവയുടെ വൈറസിനെയും ഈ കൊതുകുകൾ പരത്തുന്നുണ്ട്. കറുത്ത നിറമുള്ള ഇവയുടെ കാലുകളിൽ വെള്ള നിറത്തിലുള്ള തിളക്കമാർന്ന വരകളും ഉടലിൽ വീണയുടെ ആകൃതിയിൽ ഉള്ള അടയാളവും കൊണ്ട് ഇതിനെ വേഗം തിരിച്ചറിയാൻ കഴിയും. അതിരാവിലെയും സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പുമാണ് പെൺകൊതുകുകൾ മനുഷ്യൻ്റെ ചോര തേടി വരുന്നത്. മുട്ട ഉൽപ്പാദിപ്പിക്കാനും അതിൻ്റെ വളർച്ചയ്ക്കും മനുഷ്യൻ്റെയോ മൃഗങ്ങളുടെയോ ചോര ആവശ്യമുണ്ട്. ഇതിൻ്റെ മുട്ടകൾ ഏത് വരണ്ട കാലാവസ്ഥയിൽ പോലും 1 വർഷം വരെ കേടുകൂടാതെ ഇരിക്കും. കാലവർഷം തുടങ്ങുന്നതനുസരിച്ച് കൊതുകിൻ്റെ പ്രജനനവും അതോടൊപ്പം രോഗവ്യാപനവും കണ്ടുവരുന്നു. രോഗം പിടിപെട്ട ഒരാളിൽ കൊതുക് കുത്തുമ്പോൾ വൈറസ് ചോരയോടൊപ്പം കൊതുകിൻ്റെ ആമാശയത്തിലേക്കെത്തുന്നു. പിന്നീട് ആമാശയത്തിൽ നിന്നും കൊതുകിൻ്റെ ഉമിനീർ ഗ്രന്ഥിയിലേക്ക് കേന്ദ്രീകരിക്കുന്ന ഈ വൈറസ് രോഗം ഇല്ലാത്ത ഒരാളെ കുത്തുമ്പോൾ അയാളിലേക്ക് കുത്തിവയ്ക്കപ്പെടുന്നു. ഇങ്ങനെയാണ് രോഗവ്യാപനം ഉണ്ടാവുന്നത്. ശക്തമായ പനി, തലവേദന, ഓക്കാനം, ഛർദി, അതികഠിനമായ പേശീവേദനയും സന്ധിവേദനയും ആണ് ഈ രോഗത്തിൻ്റെ പ്രാഥമിക ലക്ഷണങ്ങൾ. അതികഠിനമായ സന്ധിവേദനയും പേശീവേദനയും കാരണം രോഗികൾ ചുരുണ്ടുകൂടി കടന്നു പോകുന്നു. അതിനാൽ ഈ രോഗത്തെ ബ്രേക്ക് ബോൺ ഫീവർ എന്ന അപരനാമത്തിലും അറിയപ്പെടുന്നു. 2-3 ദിവസങ്ങൾക്കകം ശരീരത്തിൽ ചുമന്ന പാടുകൾ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങുന്നു. പ്രത്യേകിച്ച് ആൻറ്റിവൈറൽ മരുന്നുകളൊന്നും ഈ രോഗത്തിനില്ല. എന്നാൽ സ്വയം പരിമിതപ്പെടുന്ന ഒരു രോഗമായതിനാൽ ഒരാഴ്ചയ്ക്കുള്ളിൽ രോഗി സുഖം പ്രാപിക്കുന്നു. കുറഞ്ഞ ശതമാനം ആൾക്കാരിലെ ചോരക്കുള്ളിൽ നിന്നും പ്ലാസ്മ ചോർന്നുപോയി രക്തസമ്മർദ്ദം കുറയുകയും അവർ ഗുരുതരാവസ്ഥയിലെത്തുകയും ചെയ്യാം. അങ്ങനെയുള്ളവർക്ക് ഞരമ്പ് വഴി ഫ്ലൂയിഡ് കുത്തിവെക്കുന്നതാണ് അതിൻ്റെ ചികിത്സ. ഈ വൈറസ് മജ്ജയെ കടന്നാക്രമിക്കുന്നതിനാൽ മജ്ജ ഉൽപ്പാദിപ്പിക്കുന്ന WBC, പ്ലേറ്റ്ലെറ്റ് എന്നിവയിൽ കാര്യമായ കുറവുണ്ടാകുന്നു. പ്ലേറ്റ്ലെറ്റിൻ്റെ എണ്ണം
1 മില്ലി ലിറ്ററിൽ 20,000-ൽ താഴെ വന്നാൽ രക്തസ്രാവം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. മൂക്കിൽ നിന്നും വായിൽ നിന്നും ആമാശയത്തിലും കുടലിലും രക്തസ്രാവം ഉണ്ടാവും. ഡെങ്കു വൈറസിൻ്റെ ഒരു സീറോടൈപ്പാണ് ഒരു സമയം രോഗമുണ്ടാക്കുന്നത് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞുവല്ലോ. അങ്ങനെ ഉണ്ടാക്കുന്ന രോഗത്തിന് എതിരെ ശരീരം പ്രതിരോധം ആർജിക്കുകയും ആ പ്രതിരോധം ആജീവനാന്തം നിലനിൽക്കുകയും ചെയ്യും. എന്നാൽ വേറൊരു സീറോടൈപ്പ് കൊണ്ടാണ് രണ്ടാമത് ഡെങ്കിപ്പനി ഉണ്ടാവുന്നതെങ്കിൽ ആ ശരീരത്തിലുണ്ടാവുന്ന പ്രതിരോധ ശക്തി വളരെ അപകടകരമായ രീതിയിലാണ് പ്രവർത്തിക്കുന്നത്. ഈ പ്രതിരോധ ശക്തി വൈറസിനെ നശിപ്പിക്കുന്നതിന് പകരം വൈറസിനെ കോശങ്ങളുടെ ഉള്ളിലേക്ക് കടത്തിവിടാൻ സഹായിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനെ ആൻറ്റിബോഡി ഡിപ്പെൻഡൻറ്റ് എൻഹാൻസ്മെൻ്റ് ആണ് പറയുക. ഇത് വളരെ ഗുരുതരമായൊരവസ്ഥയാണ്. ഇങ്ങനെയുള്ള അവസ്ഥയിൽ രോഗികൾക്ക് വളരെ ഗുരുതരമായ രീതിയിൽ രക്തസ്രാവം ഉണ്ടാവുകയും അവരുടെ രക്തസമ്മർദ്ദം കുറഞ്ഞ് അവയവങ്ങളുടെ പ്രവർത്തനം നിലയ്ക്കുകയും അവർ മരണപ്പെട്ടു പോവുകയും ചെയ്യുന്നു. ഇതിനെ ഡെങ്കു ഹെമറാജിക് ഫീവർ എന്നും ഡെങ്കു ഷോക്ക് സിൻഡ്രോം എന്ന് പറയുന്നു. അതുകൊണ്ട് ഒരിക്കൽ ഡെങ്കിപ്പനി പിടിച്ച ഒരാൾ വീണ്ടും ഡെങ്കിപ്പനി വരാതിരിക്കാൻ വളരെ കരുതലോടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. കെട്ടി നിൽക്കുന്ന ശുദ്ധജലത്തിൽ മുട്ടയിട്ടാണ് ഈ കൊതുകുകൾ വളർച്ച പ്രാപിക്കുന്നത്. മുട്ട ലാർവയായും പിന്നീട് പ്യൂപ്പയായും വളർച്ചയെത്തിയ കൊതുകായി രൂപാന്തരപ്പെടുന്നു. ഇതിന് സാധാരണ രീതിയിൽ 2 ആഴ്ചക്കാലം വേണ്ടിവരും. നമ്മുടെ വീട്ടിലെ പറമ്പിൽ ചിരട്ടകൾ, പ്ലാസ്റ്റിക്കുകൾ, പൊട്ടിയ കുപ്പികൾ, പൂച്ചട്ടികൾ, ടയറുകൾ, ചെറിയ ചെറിയ കുഴികൾ, ഫ്രിഡ്ജിൻ്റെ വെള്ളം കെട്ടിയിരിക്കുന്ന ട്രേകൾ എന്നിവ കൊതുകിന് വളരാനുള്ള ഇടങ്ങളാണ്. ഓടകൾ കെട്ടി നിൽക്കുന്ന ഓടയിലെ വെള്ളത്തിലും അതുപോലെ കെട്ടി നിൽക്കുന്ന മറ്റു വെള്ളത്തിലും കൊതുകുകൾ വളരാനുള്ള സാഹചര്യമുണ്ട്. ഉറവിടത്തിൽ കൊതുകിനെ നശിപ്പിക്കുക എന്നതാണ് പ്രതിരോധത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത. അതിന് 2 മാർഗങ്ങളാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഒന്ന്, ഈ കെട്ടി നിൽക്കുന്ന വെള്ളങ്ങളൊക്കെ ഒഴിവാക്കണം. ആഴ്ചയിലൊരിക്കലെങ്കിലും ഈ പ്രവൃത്തി ചെയ്യണം. അതുകൊണ്ട് ആഴ്ചയിലൊരിക്കൽ ഇതിനെ ഡ്രൈ ഡേ ആചരിക്കുക എന്നാണ് പറയുക. രണ്ടാമത്തെ മാർഗം എന്ന് പറയുന്നത് കൊതുകിൻ്റെ വളർച്ചയെ തടയാൻ വീട്ടിൻ്റെ പറമ്പിൽ ഏതെങ്കിലും ഭാഗത്ത് ഒരു ചെറിയ ടാങ്കിൽ ഗപ്പി മത്സ്യത്തെ വളർത്തണം. ഗപ്പി മത്സ്യം കൊതുകിൻ്റെ ലാർവയെയും പ്യൂപ്പയെയും തിന്നു തീർക്കും. വീട്ടിനുള്ളിലേക്ക് കൊതുക് കടക്കാതിരിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം വാതിലിൽ കർട്ടനിടുക എന്നതാണ്. ജനലുകളിൽ കൊതുക് കടക്കാതിരിക്കാൻ വേണ്ടി നെറ്റടിച്ച് ഭദ്രമാക്കണം. ശരീരം മുഴുവൻ ആവരണം ചെയ്യുന്ന വസ്ത്രങ്ങൾ ധരിക്കണം. ശരീരത്തിൻ്റെ തുറന്ന ഭാഗങ്ങളിൽ ഡീറ്റ്, പിക്കാർഡിൻ എന്നിവ അടങ്ങിയ ലേപനങ്ങൾ പുരട്ടിക്കഴിഞ്ഞാൽ കൊതുകിൽ കടിയിൽ നിന്നും രക്ഷപ്പെടാം. ഉറക്കം കൊതുക് വലയ്ക്കുള്ളിലാക്കുന്നതാണ് നല്ലത്. മുറിയിൽ കൊതുക് വരാതിരിക്കാൻ പെർമെത്തിൻ അടങ്ങിയ കോയിൽ, അതേപോലെ മാറ്റുകൾ, ബാഷ്പീകരിക്കുന്ന മരുന്നുകൾ എന്നിവയും ഉപയോഗിക്കണം. പരിസര ശുചിത്വത്തിനും വ്യക്തി ശുചിത്വത്തിനും ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഒരു പ്രതിരോധമാണ് ഏറ്റവും പ്രധാനം. ആരോഗ്യവകുപ്പും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സാമൂഹ്യക്ഷേമ വകുപ്പും വിദ്യാഭ്യാസ വകുപ്പും സംയുക്തമായി ചേർന്ന് നടത്തുന്ന ഈ പ്രതിരോധത്തിൽ കൂടി രോഗത്തെ തുരത്താൻ കഴിയും. ആഴ്ചയിലൊരിക്കൽ ഡ്രൈ ഡേ ആചരിക്കുക എന്നാണ് ഇതിൽ ഏറ്റവും പ്രധാനം. അന്ന് നമ്മുടെ വീടുകളിൽ കെട്ടി നിൽക്കുന്ന എല്ലാ വെള്ളങ്ങളും ഒഴിവാക്കിക്കൊണ്ട് നടത്തുന്ന ഒരു പരിപാടിക്കാണ് ഡ്രൈ ഡേ എന്ന് പറയുന്നത്. ഡെങ്കി വൈറസിനെതിരെയുള്ള വാക്സിൻ ഇന്ന് ലോകത്തിൽ ലഭ്യമാണ്. ഒരിക്കൽ ഡെങ്കി പനി വന്ന ആൾക്കാർ കൊടുക്കുന്ന വാക്സിനും ഡെങ്കിപ്പനി വരാത്തവർ കൊടുക്കുന്ന വാക്സിനും ഉണ്ട്. എന്നാൽ ഈ വാക്സിനുകളെക്കുറിച്ചുള്ള ഡ്രഗ് ട്രയൽ ഇന്ത്യയിൽ നടന്നു വരുന്നതേ ഉള്ളൂ. 2026 ഈ വാക്സിനുകൾ ഇന്ത്യയിൽ ലഭ്യമാകും എന്ന് പ്രതീക്ഷിക്കുന്നു.